ഹായ് വെൽക്കം ടു റെട്രോ കാതികൻ. അപ്പോൾ ഈ ഓണക്കാലം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് 6 മലയാളം സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. മോഹൻലാൽ സത്യൻ്റെ ടീമിൻ്റെ ഹൃദയപൂർവ്വം DQ പ്രൊഡ്യൂസ് ചെയ്യുന്ന കല്യാണി പ്രിയദർശൻ നസ്ലിനെ അഭിനയിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഫഹദ് ഫാസിൽ അഗൈൻ കല്യാണി പ്രിയദർശൻ അഭിനയിക്കുന്ന ഓടും കുതിര ചാടും കുതിര, അൽത്താഫ് ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന ആക്ഷൻ സിനിമയായിട്ടുള്ള കരം, ഷെയ്ൻ നിഗം അഭിനയിക്കുന്ന ബൾട്ടി, പിന്നെ ഫൈസൽ ഫസുദ്ദീൻ ഡയറക്റ്റ് ചെയ്ത് പ്രീതി മുകുന്ദൻ ഹൃദയഹോരൻ അഭിനയിക്കുന്ന മേനെ പ്യാർ കിയ. അപ്പം ഇതിനകത്ത് ഹൃദയപൂർവ്വം ഓടും കുതിര ചാടും കുതിര ഒരു ഫാമിലി ഫീൽ ഗുഡ് സിനിമ എന്നുള്ള ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ആ ടീസറും അതിൻ്റെ ട്രെയിലറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ. പിന്നെ ഒരു ആക്ഷൻ, ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ, ഓണത്തല്ലുണ്ടാക്കാനായിട്ട് ഒരു ഫീൽ തോന്നിയ സിനിമകളാണ് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ. കരം കണ്ടപ്പോഴും പിന്നെ ബൾട്ടി കണ്ടപ്പോഴും പിന്നെ മേനെ പ്യാർ കിയ, അതൊരു യങ് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പാക്ഡുള്ള സിനിമയായിട്ടാണ് തോന്നി ഈ 3 സിനിമകളും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓണക്കാലത്തൊരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ എക്സ്ട്രാ സ്കിൽ എന്താണെന്നുള്ളത് ഇനി സിനിമ ഇറങ്ങുമ്പോൾ കണ്ടറിയണം. അപ്പം ഓണക്കാലത്തൊരു സൂപ്പർ ഹീറോ എന്നുള്ള ലേബലിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ് DQ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക എന്ന് പറഞ്ഞ സിനിമ. അപ്പം ഇന്നലെ അതിൻ്റെ ട്രെയിലർ ഇറങ്ങി. ട്രെയിലർ ഡീറ്റെയിലേക്ക് വരാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമയുടെ അടുത്തൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഇറങ്ങാൻ പോകുന്നത് ചന്ദ്ര എന്ന പേരിൽ. ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഇനി കൈൻഡ് ഓഫ് സൂപ്പർ സ്കിൽ, ഇനി അത് എന്താണ് ഉദ്ദേശിക്കുന്നുള്ള സിനിമ കണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അപ്പം കല്യാണി പ്രിയദർശനാണ് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഫീച്ചർ ഫിലിമാണിത്. ആദ്യത്തെ സിനിമ തരംഗമായിരുന്നു. അപ്പം തരംഗത്തിന് ശേഷം 2ാമത്തെ ഫീച്ചർ ചെയ്യാൻ ഇത്രയും സമയമെടുത്തു എന്നുള്ളതാണ് അന്ന് പ്രതീക്ഷ തരുന്നത്. എന്താണ് ഇത്രയും കാലത്തെ ഒരു ഹോം വർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇതിനകത്തൊരു പ്രിപ്പറേഷൻ ഉണ്ടോ എന്നുള്ളത് ഇനി 28-ാം തീയതി സിനിമ ഇറങ്ങുമ്പോൾ അറിയാം. പിന്നെ ഡൊമിനിക് അരുൺ തന്നെയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അഡീഷണൽ സ്ക്രീൻ പ്ലേ ശാന്തി ബാലേന്ദ്രനുണ്ട്, ആക്ട്രസ് ശാന്തി ബാലേന്ദ്രൻ. അവരുടെ ആദ്യത്തെ സിനിമ തരംഗത്തിലൂടെയാണ് അവർ ഡെബ്യൂ ആയിട്ട് വന്നത്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ട്രെയിലർ കട്ട്സ് ആൻഡ് മ്യൂസിക്, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല നീറ്റായിട്ടും ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. സിനിമാറ്റോഗ്രഫി ഡൺ ബൈ നിമിഷ് രവി. DQ പ്രൊഡക്ഷൻസിൻ്റെ ഒരു ഫേവറേറ്റ് ബോയ് ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതിന് മുന്നേ ഉള്ള DQവിൻ്റെ 3 സിനിമകളും സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ്. കുറുപ്പ്, പിന്നെ കിങ് ഓഫ് കൊത്ത, ഇപ്പം ലോകയും, പിന്നെ ലക്കി ഭാസ്കറും ഉണ്ടായിരുന്നു. ഷക്കും ബസൂക്കയും സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ്. കോമ്പോസിഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ അതിൻ്റെ കളറിങ് എടുത്തു പറയേണ്ടത്, കളറിങ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു ഗെയിം അല്ലെങ്കിൽ സൈബർ പങ്ക് സ്റ്റൈൽ ഒരു വിഷ്വൽ പോലെ തോന്നി. പിന്നെ ട്രെയിലർ കട്ട്സും നന്നായിരുന്നു. ചമൻ ചാക്കോയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമയിൽ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല രസമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. ജേക്സ് ബിജോയ് അതും സേഫ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ നല്ല, കാരണം ട്രെയിലറിനകത്തും നല്ലൊരു എന്താ പറയുക, ഒരു ഫോറിൻ ഫിലിംസിൻ്റെയൊക്കെ നല്ലൊരു ടച്ച് ഉണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ട്രാക്സിലായാലും ഒക്കെ. അത് ട്രെയിലറിനകത്ത് ഫീൽ ചെയ്തു. ട്രെയിലറിൻ്റെ അകത്തുള്ളൊരു ഇമ്പാക്റ്റ് കണ്ടിട്ട് വിഷ്വൽ ട്രീറ്റ്മെൻറ്റിൽ ആ സെറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ, അതായത് പ്രൊഡക്ഷൻ ഡിസൈനിൽ ഭയങ്കര ഒരു എടുത്തറിയുന്നുണ്ട്, എവിഡൻ്റായിട്ട് അറിയുന്നുണ്ട്. ഒരു സെറ്റിൽ ചെയ്തൊരു ഫീല് വരുന്നുണ്ട്. മിക്കവാറുള്ള ഇങ്ങനത്തുള്ള വിഷ്വൽ എഫക്ട്സ് സൈഡിലുള്ള സീക്വൻസസ് ആയാലും ഒരു സെറ്റ് ഇട്ട് ചെയ്തതുപോലൊരു ഫീല് വരുന്നുണ്ട്. അത് ഇനി സിനിമ വരുമ്പോൾ അറിയാം എന്താണെന്നുള്ളതും, സിനിമയുടെ സ്വഭാവം അനുസരിച്ച് ഏത് സൈഡിലേക്കാണ് പോകുന്നുള്ളതും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഹ്യൂമൻ സൈഡ് എല്ലാ സീക്വൻസിനകത്തും കല്യാണിയുടെ ചന്ദ്രയാണ് നിൽക്കുന്നത്. എല്ലായിടത്തും ചന്ദ്ര തന്നെ ഉള്ളൂ. ഒരു എന്തായാലും വുമൺ സെൻട്രിക്ക് തന്നെ ആയിരിക്കും സിനിമ. ആ ടൈറ്റിലിനകത്തും ഉണ്ടല്ലോ ചന്ദ്ര എന്ന് പറഞ്ഞ സംഭവമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം അതും പ്രതീക്ഷിക്കാം. ടോട്ടലി ഒരു കല്യാണിയുടെ പടം തന്നെ ആയിരിക്കും ഇത്. നസ്ലിനും ചന്തു സലിംകുമാറും അവരൊന്നും വലിയൊരു പെർഫോമൻസ് സൈഡൊന്നും വലിയൊരു സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. ട്രെയിലറിനകത്തൊരു ഫീലൊന്നും കിട്ടുന്നില്ല. പെർഫോമൻസ് അവർ യൂഷ്വൽ പെർഫോമൻസ് ആയിട്ടേ തോന്നുള്ളൂ ട്രെയിലറിനകത്ത്. സിനിമ ഇറങ്ങട്ടെ. പിന്നെ ഒരു സിമിലാരിറ്റി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകയുടെ ടൈപ്പോഗ്രഫിയും കരത്തിൻ്റെ ടൈപ്പോഗ്രഫിയും ഏകദേശം സെയിം ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ?
സീക്വൻസിലൊരു ക്യാമിയോ പോലെ എന്തോ സംഭവം വരുന്നുണ്ട്. DQ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡ്യൂഷൻ ഇരുന്ന DQ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇനി സിനിമ ഇറങ്ങുമ്പോൾ അറിയാം അതിനി ആ ക്യാമിയോ നമ്മൾ ചിന്തിച്ചിരുന്നതിന് അപ്പുറത്തുള്ളൊരു ക്യാമിയോ ആണെന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കൂടെ അതും പ്രതീക്ഷിക്കുന്നു, ഒരു അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ആരായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തുള്ളൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് എന്തായാലും നല്ലൊരു ഒരു സ്റ്റാർഡുള്ളൊരു ക്യാമിയോ തന്നെ എന്തായാലും ഉണ്ടാവും. അത് മിക്കവാറും ഉള്ളതുപോലെ തന്നെ ആയിരിക്കും. അപ്പം അതും ലോകയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ, റെട്രോ കാതികൻ.